അവർ പറഞ്ഞു, മഹാനായ സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ ജീവിച്ചിരിക്കുന്ന സമയം അല്ലാഹു മഹാനവരുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അന്ന് ഇവരുടെ ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ, ആരുമില്ല, നമ്മുടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ്, അവരുടെ ഉമ്മ വളരെ വിഷമിച്ച് ക്യാൻസർ രോഗമാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. 3 മാസമുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമ്മാക്കൊരാഗ്രഹം, ഉമ്മ പറഞ്ഞു പാണക്കാട് സയ്യിദന്മാരോടൊപ്പം ദ്വാരക്കാൻ വേണ്ടി പറയാ. രണ്ടത്താണി സാഹിബ് ഉമ്മയും കൂട്ടി പാണക്കാട്ടേക്ക് വിട്ടു. സംഭവം ഇന്നലെ രാത്രിയാണ് എന്റെ ചെവിയിൽ ഞാൻ കേട്ടത്. ഇന്നലെ രാത്രി പാണക്കാടെത്തി മഹാനായ തങ്ങൾ അവരോടുണ്ട് വളരെ സ്നേഹത്തോടുകൂടെ ചോദിച്ച് എന്തേ ഉമ്മയും കുട്ടി വന്നത്? പറഞ്ഞു, ഇങ്ങനെയാണ് ഉമ്മയെ പറ്റി ഡോക്ടർമാർ പറഞ്ഞത്. 3 മാസമുള്ളൂ എന്നാ പറഞ്ഞത്. 3 മാസമുള്ളൂ. തങ്ങൾ പറഞ്ഞു, 3 മാസം തീരുമാനിക്കുന്നത് അവരാണോ? ഉമ്മ ചിലപ്പോൾ 3 വർഷങ്ങൾ ജീവിച്ചേക്കുന്നു. കണ്ടെത്താൻ സഹോദരങ്ങളെ, നമ്മൾ പറയും പാണക്കാട് തന്നെ നമുക്ക് റാമത്തുണ്ടോ അല്ലേ? കണ്ടെത്താൻ സാഹിബ് എന്റെ അനുഭവമാണ്. ആ ഉമ്മ ആ ദിവസം മുതൽ 3 വർഷം കൃത്യമായി ജീവിച്ചിട്ടാണ് മരിച്ചത്. 3 വർഷം ആ ഉമ്മ ജീവിച്ചു. ഉമ്മ മരിച്ചപ്പോ തങ്ങൾ അവർ മദ്രാസിലാണ്. പക്ഷെ ഉമ്മാക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്രേ. അവരുടെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഉമ്മാക്ക് വസിയത്തുണ്ട്, പാണക്കാട് സയ്യിദന്മാർ ആരെങ്കിലും നിസ്കാരത്തിന് വേണ്ടി ഇമാമ് നിൽക്കണമെന്ന്. മഹാനായ ഒരു പണ്ഡിതൻ ജനാസ തങ്ങൾ മദ്രാസിലല്ലേ, എത്തൂലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മറ്റു സയ്യിദന്മാർ ഉമർ അലി ശിഹാബ് തങ്ങളൊക്കെ അവരൊക്കെ രാവിലെ വന്നുപോയി. മറ്റു സയ്യിദന്മാരൊക്കെ രാവിലെ വന്ന് കടന്നുപോയി. മഹാനായ വലിയ തങ്ങൾ വരുന്നില്ല, തങ്ങൾക്ക് എത്താൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചു. നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ കെട്ടാൻ നിൽക്കുമ്പോ ഒരു കാറ് വരുന്നു. എനിക്ക് ഒരാൾ കൂടെ വരുന്നുണ്ട്, അവരും കൂടെ വന്നിട്ട് നിസ്കരിക്കാം എന്ന് പറഞ്ഞു. ആ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു. നോക്കുമ്പോൾ തങ്ങൾ നേരെ ഫ്ലൈറ്റിന് വന്നു. കോഴിക്കോട് നിന്ന് നേരെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോ വീട്ടിലേക്ക് വന്നു. മഹാനായ തങ്ങൾ അവറുകൾ ആ മയ്യത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു മഹാനവരുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നിങ്ങളൊരു രാഷ്ട്രീയ നേതാവെന്നൊക്കെ പറഞ്ഞ് ചവിട്ടി തേക്കണ മനുഷ്യന്മാർ ഒന്നറിഞ്ഞേക്ക്, സയ്യിദന്മാരോടാണ് ഈ കളിക്കുന്നത്. അത്രമാത്രം അതൊന്നും രാഷ്ട്രീയങ്ങൾക്ക് എന്തോ ആവാം. ഓരോരുത്തർക്കും അവനവന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രതിബദ്ധതകളും ഒക്കെ ആകാം. പക്ഷെ സയ്യിദന്മാർ എന്ത് ചെയ്യണ്ട, ചവിട്ടിത്താഴ്ത്തണ്ട. അവര് സയ്യിദന്മാർ, നബിയുടെ ചോരയുള്ളവരാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ അത്ഭുതമാണ് ഈ മഹത്വം.